ഈ 4 പേർക്കാണ് എന്നെ നശിപ്പിക്കാൻ കഴിയുന്നത്. 1, 2. അതിൽ 2 പേർ നശിച്ചു. ഇനി 2 പേർ കൂടി മരിച്ചാൽ ദേവു നമുക്ക് സുഖമായി ജീവിക്കാം. ചേട്ടൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയാണോ? ദേവു, നീ എവിടെ പോയിട്ട് വരുന്നു? ദാസേട്ടൻ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? ചേട്ടന് എപ്പോഴും തമാശയാണ് മിനി. ആരാ ഇത്? അയ്യോ, ഇത് എന്റെ അനിയത്തി മിനി. അറിയുന്നില്ലേ? ചേട്ടൻ എന്തിനാ ഈ കൈക്കണക്ക് കൂട്ടുന്നത്? നമ്മുടെ കമ്പനിക്കാരും തന്നെ. 4 പേരായിരുന്നു തടസ്സം. അതിൽ 2 പേരെ പ്രശ്നം ഒതുക്കി. ഇനിയുമുണ്ട് 2 പേർ. എപ്പോഴും ഈ കമ്പനിയുടെ കാര്യം തന്നെ. അതല്ലേ പ്രധാനം. ഞാൻ പോയാൽ 3-4 ദിവസവും തിരിച്ചു വരാം. അതുവരെ നിനക്ക് മിനിയുണ്ടല്ലോ കൂട്ടിന്. നമുക്ക് വീട്ടുകാര്യങ്ങളും പറഞ്ഞ് ഇവിടെ ഇരിക്കാം. ഞാൻ ഇപ്പൊ പോയാലേ വീട്ടുകാര്യങ്ങളൊക്കെ ശരിയാവും. ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ കാത്തിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. ഈ ചേട്ടന് ഒരു ശ്രദ്ധയുമില്ല. ഇതെന്താ മരുന്നും കുപ്പിയൊക്കെ ഇവിടെ കിടക്കുന്നത്? ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ പോയി കളഞ്ഞല്ലോ. ചേച്ചി, ദാസേട്ടന് വല്ല അസുഖമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എവിടേക്കാ പോയതെന്ന് ഒരു ഊഹവുമില്ലല്ലോ. അനിതേ, എന്താണ് ഇത്ര താമസം? വരുന്നതാ, അല്പം ക്ഷമിക്കൂ. ഒന്ന് വേഗമാകട്ടെ. എനിക്കിനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. മറ്റു 2 പേരെ കാണാതായതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടല്ലേ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഞാൻ പണ്ടൊരു എക്സ്കർഷന് വന്നിട്ടുള്ളതാണ് ഇവിടെ. ഒരു സായിപ്പിന്റെ ബംഗ്ലാവാണ്. അന്നേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, ഇവിടെ കിടന്ന് ആരെങ്കിലും മരിച്ചാൽ ഈ ലോകത്താരും അറിയില്ലല്ലോ എന്ന്. ഞാൻ തയ്യാറായി കഴിഞ്ഞു. മദ്യം പകരും. സത്യമാണ്. നല്ല എക്കോ അല്ലേ? അത് ഞാൻ തരാം. എന്റെ കൈ കൊണ്ട് മരിക്കാൻ തയ്യാറാണെന്ന് നീ പറഞ്ഞതല്ലേ? നിങ്ങളുടെ സാന്നിധ്യത്തിൽ എന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ. എന്നെ കൊന്നിട്ട് നിങ്ങളൊരു കൊലപാതകയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ കുടിച്ചോളൂ, ഞാൻ പോകുന്നു. ദാസ്, അവസാനമായി എനിക്കൊരാഗ്രഹമുണ്ട്. മനസ്സിലായി. നിനക്കൊന്ന് ഡാൻസ് ചെയ്യണമായിരിക്കും. പക്ഷെ തൽക്കാലം വേണ്ട. ഈ സമയത്ത് അത് മഹാബോറായിരിക്കും. അതല്ല, ഈ വേഷമണിഞ്ഞ് അരങ്ങേറ്റം നടത്തുക എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിക്കാൻ പോകുകയല്ലേ. ഞാനിതാ മരണത്തിലേക്ക് ഒരു നൃത്തം വെച്ച് അരങ്ങേറുക. പിന്നെ എന്താ വേണ്ടത്? മരണം ദുഃഖമാണ്. ദാസന്റെ സന്തോഷവും ദുഃഖവും സന്തോഷവും ഒരേ നിമിഷത്തിൽ എന്നിൽ സംഭവിക്കണം.
ദാസിൽ ലയിച്ച് എനിക്ക് മരിക്കണം. അനുവദിക്കില്ലേ? പറയൂ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഒരു പുതുമയുള്ള മരണം എനിക്കും കാണാമല്ലോ. Come on. അടിമത്വത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ഒരാൾ കൂടി. ഹലോ, ഇൻസ്പെക്ടർ അല്ലേ? ഞാൻ കൈമളാണ്. അതെ, അവരെ പറ്റി വല്ല വിവരമുണ്ടോ? മകളെയും മരുമകനെയും മാത്രമല്ല, ഇപ്പൊ ഭാര്യയും കാണാതായിരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കപ്പെടുന്ന മറ്റൊരാളെ കൂടി കാണാതായിരിക്കുന്നു. ആ വിവരങ്ങളെല്ലാം ഞാൻ നേരിട്ട് വന്ന് പറയാം. യെസ്. നീ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോവുകയാണോടാ യൂദാവേ? കാലം മറന്നു കിടക്കുകയാണ് നിന്നെ. അതുകൊണ്ട് ആ ജോലി ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്. നിൽക്കവിടെ. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചു? അതെ, ഭ്രാന്ത്. നീ കൂടെ മരിച്ചാലേ എന്റെ ഭ്രാന്ത് തീരൂ. നിന്നെയെങ്കിലും എന്റെ കൈ കൊണ്ട് കൊല്ലണം. എടാ, നിന്നെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. അതിന് നീ ജീവിച്ചിരുന്നാലല്ലേ കഴിയൂ. ടൈഗർ, 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 ടൈഗർ. പിടിക്കവനെ. എന്നെ വിട്ടേക്കൂ. എന്നെ എന്തിനു കൊല്ലണം? എല്ലാ തെറ്റും ചെയ്തത് നീയല്ലേ? എനിക്കൊറ്റ ന്യായമേ ഉള്ളൂ. നീ ജീവിച്ചിരുന്നാൽ എന്റെ തെറ്റുകളുടെ കഥ ദൈവം അറിയും. അതവളെ തകർക്കും. ഇല്ലതാ, അവൾ മരിക്കാതിരിക്കാൻ നീ മരിക്കണം. എന്നെ വിട്ടേക്കൂതാ. അയ്യോ, അയ്യോ, അയ്യോ. ദാസ്, എന്നെ
എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് ദാസ്, എന്നെ കൊല്ലരുത് ദാസ്. Close. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാലും ക്ലോസ്. ഓക്കെ. ഓക്കെ. പക്ഷേ മരണം എന്നെ വല്ലാതെ കളിപ്പിച്ചു. എന്റെ ചാരിയെ കൊല്ലാൻ സാധിച്ചില്ല. നെവർ മൈൻഡ്.